Hello students, here we discuss continuity and differentiability of a function. Continuity of a function at a point. Suppose f is a real function on a subset of real numbers and let a be a point in the domain of f, then f is continuous at a if limit extends to a f of x equal to f of a. Limit എന്നുള്ള ഐഡിയ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ആ എ എന്ന പോയിന്റിലുള്ള ഫംഗ്ഷൻ വാല്യൂ തന്നെയാണെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. നമുക്കതിൻ്റെ ജോമെട്രിക്കൽ ആസ്പെക്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇത് എക്സ് സ്ക്വയർ എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. ഗ്രാഫിലൊരു പോയിന്റാണ് എ. നമ്മൾ എ മൂവ് ചെയ്യിക്കുകയാണ്. ഈ ഗ്രാഫിൽ ഇപ്പോൾ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും ആ പോയിന്റിലേക്കുള്ള ആ പോയിന്റിന്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഫംഗ്ഷൻ വാല്യൂവും ഒക്കെ സെയിം ആയിരിക്കും. അപ്പം 2 എന്ന പോയിന്റിലേക്ക് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നു. .09 വരുമ്പോൾ വാല്യൂ 4.37 ആണ്. 08 കറസ്പോണ്ടിങ്ങിൽ ഇത് എക്സ് വാല്യൂ, ഇത് വൈ വാല്യൂ. 2.01 വരുമ്പോൾ 4.04 നമുക്ക് മനസ്സിലാവും. പിന്നെ റൈറ്റ് ലിമിറ്റ് 4ലേക്കാണ് അത് മൂവ് ചെയ്യുന്നത്. ദെൻ എക്സ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 4. ഇനി ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ ദെൻ എക്സ് ഈക്വൽ ടു 1.92, 3.69, 93, 3.72, 94, 3.76, 99, 3.96. അതായത് ലെഫ്റ്റ് ലിമിറ്റും 4ലേക്കാണ്, അല്ലെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും 4 ആണ്, ഫംഗ്ഷൻ വാല്യൂവും 4 ആണ്, റൈറ്റ് ലിമിറ്റും 4 ആണ്. Therefore the function is continuous at x equal to 2. അങ്ങനെ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റും ഫംഗ്ഷൻ വാല്യൂ ഒക്കെ സെയിം ആയിരിക്കും. ഇനി നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ നോക്കാം. ദിസ് ഫംഗ്ഷൻ, ഇത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. എക്സ് ലെസ് ദാൻ 3 വരികയാണെങ്കിൽ എക്സ് സ്ക്വയറും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 വരികയാണെങ്കിൽ 2x ആണ് ഫംഗ്ഷൻ. ഇവിടെ നമ്മൾ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പോയിന്റ് മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ ഇവിടെ കർവ് കാണുമ്പോഴേ നമുക്കറിയാം ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ട് കർവിന്. അതായത് ഈ ഒരു കർവ് കണ്ടിന്യൂസ് കർവ് അല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ല. ഏത് പോയിന്റിൽ മാത്രമാണ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്? ഈ 3 എന്ന പോയിന്റിൽ മാത്രമാണ്. ഇവിടെ നോക്കുക, when x goes to 3, 2.92, 93, 94, 95, 96, 98, 99 വരുമ്പോൾ വാല്യൂ 8.94 ആണ്. ദറ്റ് ഈസ് ഇറ്റ് ഗോസ് ടു 9. ബട്ട് when x equal to 3, വാല്യൂ ഈസ് 6. അതായത് ലെഫ്റ്റ് ലിമിറ്റ് 9ഉം ഇനിയിപ്പോൾ റൈറ്റ് സൈഡിൽ നിന്നാണ് ഇത് മൂവ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ നമുക്കറിയാം 7.04, 6.86. ഇറ്റ് ഗോസ് ടു 6. when x equal to 3.1, y equal to 6.2, x equal to 3, y equal to 6. അപ്പോൾ when x equal to 3, y equal to 6 means function value at the point 3 is 6 and right limit is also 6 but left limit is 9. Left limit 9ഉം right limit 6ഉം ആണ്. ഫംഗ്ഷൻ വാല്യൂ 6 ആണ്. പക്ഷേ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. കർവ് ജോമെട്രിക്കലി കണ്ടാലും നമുക്കറിയാം 3 എന്ന ഒറ്റ ഒരു പോയിന്റിൽ മാത്രം ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ നോക്കാം. h of x equal to x square minus 4 divided by x minus 2. ഇത് നമ്മൾ +1 തന്നെ പരിചയപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഇതിൻ്റെ 2വിലുള്ള ലിമിറ്റ് when x equal to 2, that is limit x tends to 2, x square minus 4 by x minus 2. Limit x tends to a, x raised to n minus a raised to n divided by x minus a equal to
n a raised to n minus 1, that is 2 into 2 equal to 4. മറ്റൊരു രീതിയിൽ ഇങ്ങനെ വേണം പറയാം. If x not equal to 2, we can divide this fraction throughout by x minus 2, then it is x minus 2 into x plus 2 divided by x minus 2. x minus 2 cancel ആക്കിയാൽ x plus 2 വരും. x plus 2 2 ലിമിറ്റ് കൊടുത്താൽ നേരം ലിമിറ്റ് 4 കിട്ടും. പക്ഷേ ഇവിടെ ലിമിറ്റ് 4 ആണ്. ഫംഗ്ഷൻ്റെ വാല്യൂ, അതായത് x not equal to 2, this x equal to 2, value is 2. That means f of 2 equal to 2. Limit is 4 but f of 2 equal to 2. അങ്ങനെ വരുമ്പോഴും ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഈ ലൈൻ കാണുമ്പോൾ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ ഫംഗ്ഷൻ 2-ൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. നമുക്കൊന്ന് നോക്കാം 2-ലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന്. ഇവിടെ ഒരു 1.99 വരുമ്പോൾ വാല്യൂ 3.99 ആണ്. പക്ഷെ 2-ൽ എത്തുമ്പോൾ വാല്യൂ 2 ആണ്. ഇവിടെയാണ് ഫംഗ്ഷൻ്റെ വാല്യൂ. അവിടെ ഒരു ബ്രേക്ക് കാണുന്നില്ലെങ്കിൽ പോലും ആക്ച്വലി അവിടെ ഒരു ബ്രേക്ക് വരുന്നുണ്ട്. അത് റിയൽ നമ്പേഴ്സ് അത്രയും തിക്കായിട്ട് ഫിറ്റ് ചെയ്തതുകൊണ്ടാണ് നമുക്കവിടെ ബ്രേക്ക് കാണാത്തത്. ശരിക്കും ഈ കർവിൽ ഒരു ബ്രേക്ക് ഉണ്ട്. അതായത് വെൻ എക്സ് ഈക്വൽ ടു 2, ആ ഒറ്റ പോയിന്റിൽ ഫംഗ്ഷൻ വാല്യൂ 2 ആണ്. ബാക്കി എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ വാല്യൂ ആ കർവിൽ തന്നെയാണ്, അതായത് ഈ ലൈനിൽ തന്നെ വരും. വെൻ എക്സ് ഈക്വൽ ടു 2, ഇറ്റ്സ് വാല്യൂ ഈസ് 2. അതായത് ലിമിറ്റ് 4 ആണ്. റൈറ്റ് സൈഡിൽ നിന്ന് വന്നാലും ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നാലും ഫംഗ്ഷൻ്റെ വാല്യൂ 4-ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. പക്ഷെ when x equal to 2, value is 2. Therefore the function is discontinuous at x equal to 2. നമ്മൾ തിയറിയിലേക്ക് വീണ്ടും വരികയാണ്. അതായത് ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ആ ഫംഗ്ഷൻ്റെ വാല്യൂ, ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ആ പോയിന്റിലേക്കുള്ള ലിമിറ്റ് വാല്യൂ സെയിം ആയിരിക്കണം. That is, if f is continuous at x equal to a, if limit x tends to a, f of x equal to f of a. Now check the continuity of the function f given by f of x equal to 2x plus 3 at x equal to 1. Limit x tends to 1, f 1 എന്ന പോയിന്റിലാണ് നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത്. Therefore take limit x tends to 1 f of x. Limit x tends to 1, 2x plus 3, it's equal to x-ന് 1 എന്ന വാല്യൂ കൊടുക്കുക ഇവിടെ ഡയറക്റ്റ് ആയിട്ട്. 2 plus 3 equal to 5. f of 1 equal to f of x equal to 2x plus 3. f of 1 is also 2 into 1, 2 plus 3, that's equal to 5. Therefore f is continuous at x equal to 1. Here f of x equal to 2x square minus 1. You have to check the continuity at x equal to 3. Now limit x tends to 3, f of x equal to limit x tends to 3, 2x square minus 1 equal to 18 minus 1 equal to 17. f of 3 is also 18 minus 1 equal to 17. Therefore f is continuous at x equal to 3. Another question, is the function f defined by f of x equal to x if x less than or equal to 1, 5 if x greater than 1, continuous at x equal to 0, x equal to 1 and x equal to 2. ഇവിടെ x less than or equal to 1 വരുമ്പോൾ ഫംഗ്ഷൻ x ആണ്. അതായത് ഈ 1-ന് ചെറിയ വാല്യൂസിനൊക്കെ ഫംഗ്ഷൻ വാല്യൂ x ആണ്. അപ്പോൾ ഈ പോയിന്റ് ആണ് 0 എന്നുള്ള പോയിന്റ്. when x equal to 0, it is on the graph like this. ഇവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. കാരണം ഇതിൻ്റെ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഫംഗ്ഷൻ വാല്യൂ ഒക്കെ സെയിം ആണ്. ഇനി 2-ലാണെങ്കിലോ 2 എന്നുള്ള പോയിന്റ്, അതായത് when x equal to 2, ഫംഗ്ഷൻ വാല്യൂ ഈസ് 5. ഇവിടെയും ഗ്രാഫിൽ നിന്ന് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഫംഗ്ഷൻ വാല്യൂ ഒക്കെ സെയിം ആണ്. therefore the function is continuous at x equal to 2. 1-ൽ മാത്രം ഇവിടെ നമുക്കൊരു ബ്രേക്ക് കാണാം. കാരണം 1-ൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് 1-ഉം 1-ൻ്റെ റൈറ്റ് ലിമിറ്റ് 5ഉം ആണ്. ലെഫ്റ്റ് ലിമിറ്റ് ലെഫ്റ്റിന്ന് 1-ലേക്ക് വരുമ്പോൾ വാല്യൂ 1 ആണ്, റൈറ്റിന്ന് 1-ലേക്ക് വരുമ്പോൾ വാല്യൂ 5 ആണ്.
അതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് 1 എന്ന പോയിന്റിൽ മാത്രം ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. തിയറിറ്റിക്കലി അതേപോലെ ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 2f of x. ഫസ്റ്റ് 0യിൽ നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 f of x. എക്സ് 0യിലാകുമ്പോൾ ഫംഗ്ഷൻ എക്സ് ആണ്. അതായത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരുമ്പോഴൊക്കെ ഫംഗ്ഷൻ എക്സ് ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 f of x ഈക്വൽ ടു limit extend to 0x, that is equal to 0. F of 0 is also 0. Limit extends to 2f of x. 2 ilokke function value 5 aanu. So limit extend to 2, 5 equal to 5, f of 2 equal to 5. Hence f is continuous at x equal to 2. 1 ന്റെ കേസ് മാത്രം ലെഫ്റ്റ് ലിമിറ്റ് x നാണ് കൊടുക്കുക. Therefore its value is 1. Right limit 5 കൊടുക്കുന്നു. അപ്പോൾ വാല്യൂ ഈസ് 5. എഫ് ഓഫ് 1 ആണ്. കാരണം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോഴും എഫ് ഓഫ് എക്സ് 1 ആണ്. എനിവേ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഫംഗ്ഷൻ 1 എന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ 3 വാല്യൂസ് ഈക്വൽ ആവണം. ഒന്ന് ലെഫ്റ്റ് ലിമിറ്റ്, ഒന്ന് റൈറ്റ് ലിമിറ്റ്, ഒന്ന് ഫംഗ്ഷൻ വാല്യൂ. 3ഉം ഈക്വൽ ആയാൽ മാത്രമേ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുള്ളൂ. Now next definition, a real function f is said to be continuous if it is continuous at every point in the domain of f. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയണമെങ്കിൽ അത് ഡിഫൈൻ ചെയ്യുന്ന ഡൊമൈനിലെ എല്ലാ പോയിന്റിലും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ ഈസ് കണ്ടിന്യൂസ്. അതിൻ്റെയൊക്കെ ഗ്രാഫ് നമുക്കറിയാവുന്നതാണ്. ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. റാഷണൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. f of x equal to 1 by x is a continuous function. അത് ഡിഫൈൻ ചെയ്യുന്ന ഡൊമൈനിൽ അത് കണ്ടിന്യൂസ് ആണ്. സപ്പോസ് എഫ് ആൻഡ് ജി ബി ടു റിയൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ദെൻ എഫ് പ്ലസ് ജി കണ്ടിന്യൂസ് ആണ്, എഫ് മൈനസ് ജി കണ്ടിന്യൂസ് ആണ്, എഫ് ഇൻറ്റു ജി ഈസ് കണ്ടിന്യൂസ്, എഫ് ബൈ ജി ഈസ് കണ്ടിന്യൂസ് പ്രൊവൈഡഡ് ജി നോട്ട് ഈക്വൽ ടു 0. മറ്റൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് ഇഫ് എഫ് ഈസ് defined by f of x equal to 2x plus 3 if x less than or equal to 2, 2x minus 3 if x greater than 2. Now if x less than 2, function strictly less than 2 ആണ്. if x is strictly less than 2, f of x is 2x plus 3. അതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആണ്. ഇനി if x greater than 2, then f of x equal to 2x minus 3. അതും ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അതും കണ്ടിന്യൂസ് ആണ്. ഇനി നമ്മൾ 2 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ? നമ്മളിപ്പോൾ ചെക്ക് ചെയ്തത് വെൻ എക്സ് ഇസ് ലെസ് ദാൻ 2, അതായത് -∞ മുതൽ 2 വരെയുള്ള എല്ലാ പോയിന്റ്സിനും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതുപോലെ 2 മുതൽ ∞ വരെയുള്ള എല്ലാ പോയിന്റ്സിനും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇനി 2 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. 2 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ 2ന്റെ ലെഫ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ 2 മൈനസ് എഫ് ഓഫ് എക്സ് ആകുമ്പോൾ നമ്മൾ ഈ ഫംഗ്ഷന് ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 2, 2x plus 3 that is 7. ഇനി ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. റൈറ്റിൽ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷന് ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 2, 2x minus 3 that is equal to 1. അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് the function is discontinuous at x equal to 2. That is, the point of discontinuity of f is x equal to 2. Okay.